ദുരൂഹ സമാധി പൊളിച്ച് നെയ്യാറ്റിൻകര ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തു. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു കല്ലറ തുറന്നത്. കല്ലറയിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ 4 മണിയോടെ ഗോപന്റെ രണ്ടാമത്തെ മകൻ രാജസേനൻ സമാധിയിൽ പൂജകൾ ആരംഭിച്ചു. 1 മണിക്കൂർ നീണ്ട പൂജ കഴിഞ്ഞ് വീടിനുള്ളിലേക്ക്. പിന്നീട് ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. 6:30യോടെ പോലീസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സമാധി പരിസരം ടാർപോളിൻ വെച്ച് മറച്ചു. ബാക്കി സജ്ജീകരണങ്ങൾ മിന്നൽ വേഗത്തിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായതോടെ ഫോറൻസിക് സംഘം എത്തി. പിന്നാലെ സബ് കളക്ടറും. നെഞ്ചുവരെ പൂജാദ്രവ്യത്തിൽ മൂടിയ മൃതദേഹം പുറത്തെടുത്ത ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക്. നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മൃതദേഹവുമായി ബന്ധുക്കൾ വീട്ടിലേക്ക് ഉടൻ തന്നെ പോകും. വിവരങ്ങളുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഷിജോ കുര്യനാണ് ചേരുന്നത്. ഷിജോ, പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം